ഇന്നലെയാണ് UDF കൺവീനർ, കോൺഗ്രസ് MP, മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ മന്ത്രി അടൂർ പ്രകാശിനെ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT ചോദ്യം ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് SITക്ക് മുൻപിൽ ആരോപണങ്ങളെല്ലാം അടൂർ പ്രകാശ് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് SIT വളരെ നിർണായകമായ രേഖകളടക്കം ശേഖരിച്ചാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ആ രീതിയിലാണെങ്കിൽ അടൂർ പ്രകാശിന് കുരുക്കുമുറുകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒന്നാമതായി ഉത്തരവെഴുതാം. അത് അടൂർ പ്രകാശ് ആണപ്പ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഇനിയുള്ള അടുത്ത നീക്കങ്ങളെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും അടൂർ പ്രകാശ് SITക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ ചോദ്യം ചെയ്യൽ ഏകദേശം 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ ആരോപണങ്ങളൊന്നും തനിക്കറിയില്ല എന്നാണ് അടൂർ പ്രകാശ് മൊഴി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമാണ്. പക്ഷേ അടൂർ പ്രകാശിനെ പോലൊരാളെ SIT ചോദ്യം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും എല്ലാ തെളിവുകളും ശേഖരിച്ച് പഴുതടച്ച് തന്നെയാകണം. ആ രീതിയിൽ വളരെ നിർണായകമായ പല സാമ്പത്തിക രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മനു തന്നെ മുഖവരയായി സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള ഈ ചോദ്യം ചെയ്യലിൽ തന്നെ ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. കാരണം അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് മണ്ഡലത്തിലെ ഒരു ആള് എന്ന നിലയ്ക്ക് ഉള്ള വോട്ടർ എന്ന നിലയ്ക്കുള്ള പരിചയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ഉള്ളത് എന്ന വാദമാണ് നേരത്തെയും അടൂർ പ്രകാശ്, UDFിൻ്റെ കൺവീനറും MP കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് നേരത്തെയും പുറത്തു പറയുന്നത്. അതേ മുഖങ്ങൾ തന്നെയാണ് അടൂർ പ്രകാശ് ഈ SIT സംഘത്തിന് മുന്നിലും നിരത്തിയത്. പക്ഷേ ഇക്കാര്യത്തിൽ പരസ്പര വിരുദ്ധമായ നിരവധി മറുപടികൾ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അടൂർ പ്രകാശ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ MP ആയി വന്ന ശേഷമല്ല. അതിനു മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അടൂർ പ്രകാശിനുണ്ട്. അപ്പോൾ ആ ബന്ധത്തെ സംബന്ധിച്ച് വോട്ടർ എന്ന തരത്തിലുള്ള ബന്ധമാണ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന വാദം അവിടെ പൊളിയുന്നുണ്ട്. ഒപ്പം തന്നെ 2002 മുതൽ അവിടുത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബന്ധം എങ്ങനെയാണ് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? പത്തനംതിട്ടയിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് MLA ആയി മന്ത്രിയുമായി നിൽക്കുന്ന ഘട്ടത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ട് എന്ന സൂചനകളോട് പുറത്തു വരുന്നത്. അതാണ് പല ചിത്രങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. ആ ചിത്രത്തെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആൻഡോ ആൻ്റണിയും ഒപ്പം തന്നെ അടൂർ പ്രകാശും ഈ സ്വർണം വിറ്റയാളും സ്വർണം കട്ടയാളും ഒന്നിച്ച് സോണിയാഗാന്ധിയെ കാണാൻ പോയത് സംബന്ധിച്ചിട്ടുള്ള ആശയക്കുഴപ്പം, അത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി ഇപ്പോഴും അടൂർ പ്രകാശിന് പറയാൻ കഴിയുന്നില്ല. മറ്റൊരു കാര്യം നൽകിയ ഗിഫ്റ്റിനെ സംബന്ധിച്ചാണ്, ഉപഹാരങ്ങളെ സംബന്ധിച്ചാണ്. അത് ഈന്തപ്പഴമാണ് എന്ന തരത്തിലുള്ള വാദമാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസവും SIT സംഘത്തിന് മുന്നിൽ നിരത്തിയത്. ഈ ബന്ധങ്ങളെ സംബന്ധിച്ചും എത്ര കാലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അടൂർ പ്രകാശ് തുടങ്ങിയെന്നും ആ ബന്ധം ഒരു മണ്ഡലത്തിന് വോട്ടറും താനും തമ്മിലുള്ള ബന്ധം മാത്രമാണ്, അങ്ങനെയുള്ള വ്യക്തിപരമായ ബന്ധവും സൗഹൃദവും മാത്രമാണ് എന്ന വാദം പൂർണ്ണമായും SIT സംഘം തള്ളുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ മറുപടിയിൽ തന്നെ മനു നേരത്തെ മുഖവരയെ സൂചിപ്പിച്ചതുപോലെയുള്ള പരസ്പര വിരുദ്ധമായ പല മറുപടികളുമുണ്ട്. അതിന് വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ഇന്നലെ SIT സംഘത്തിൻ്റെ 2-2.5 മണിക്കൂർ നീണ്ട ഈ ചോദ്യം ചെയ്തതിന് ശേഷം പുറത്തു വന്ന അടൂർ പ്രകാശ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ക്ഷുഭിതനായി സംസാരിച്ചത്. കാരണം UDFിൻ്റെ കൺവീനറാണ്, MP ആണ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുള്ളൊരു നേതാവാണ്. അത്തരം ഒരാൾ ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് സ്വാഭാവികമായി ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അടൂർ പ്രകാശിനുണ്ട്. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ മറുപടിയോ വ്യക്തമായ മറുപടിയോ ആശയക്കുഴപ്പം ദൂരീകരിക്കുന്ന തരത്തിലുള്ള മറുപടിയോ ഇതുവരെ അടൂർ പ്രകാശിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഈ SIT സംഘം അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുത്തതിൻ്റെ ഭാഗമായി തുടർ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആൻഡോ ആൻ്റണി അടക്കമുള്ള ഈ നേതാക്കളെയും തുടർന്ന് SIT സംഘം ചോദ്യം ചെയ്യും എന്നതാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ കേസിൻ്റെ നിർണായകമായ നീക്കത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട വിവാദം ആരംഭിക്കുന്നത്? അത് ആ വിവാദത്തിന് തിരികൊളുത്തിയത് ആരാണ്? തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾ ആരിലേക്കാണ് എത്തിച്ചേരുന്നത്? ഒപ്പം തന്നെ വ്യാജ പ്രചരണം UDFും കോൺഗ്രസും നടത്തിയത് ഏത് വഴിക്കായിരുന്നു? അത് ഏത് ഉദ്ദേശത്തോടെയാണ്?
ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുകൂടെ സമഗ്രമായ അന്വേഷണം, തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവും. അതിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് നിലവിൽ UDF കൺവീനറിനെയും ഒപ്പം തന്നെ MP ഒക്കെ ആയിട്ടുള്ള 2 MP-മാർ, ആന്റോ ആന്റണി അടക്കമുള്ള നേതാക്കൾ, അജയ് തറയിലെ പോലെയുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം വരുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. അതിൻ്റെ ഒരു ആശങ്ക UDF-നെയും കോൺഗ്രസിനെയും വല്ലാതെ അലട്ടുന്നുമുണ്ട്. മനു.